ഉരുളെടുത്ത വെള്ളാർമല സ്കൂളിലെ ക്ലാസ് മുറികൾക്ക് പകരമായി ആധുനിക സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ ലഭിച്ച സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് മേപ്പാടി സ്കൂളിൽ പുതിയ ക്ലാസ് മുറികളും ശുചിമുറികളും നിർമ്മിച്ചു നൽകിയത്. 3 കോടി ചെലവിട്ട് നടപ്പാക്കുന്ന പദ്ധതിയിൽ കൂടുതൽ ക്ലാസ് മുറികൾ നിർമ്മിക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ഏറ്റവും വലിയ നൊമ്പരമായിരുന്നു തകർന്നടിഞ്ഞ വെള്ളാർമല സ്കൂളും പരിസരവും. ഉരുൾപൊട്ടലിൽ തകർന്ന സ്കൂളിൽ നിന്ന് LP, UP, HS വിഭാഗങ്ങളിലായി 550 വിദ്യാർത്ഥികളെയാണ് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റിയത്. കൂടുതൽ കുട്ടികൾ മേപ്പാടി സ്കൂളിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ ക്ലാസ് മുറികളും ആവശ്യമായി വന്നു. ഇത് മുന്നിൽ കണ്ടാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ 12 ക്ലാസ് മുറികളും 16 ശുചിമുറികളും മേപ്പാടി സ്കൂളിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇതിൽ 8 ക്ലാസ് മുറികളുടെയും 10 ശുചിമുറികളുടെയും ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. കേരളത്തോടൊപ്പം നിന്ന് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റ് ക്ലാസ് മുറികളുടെ നിർമ്മാണം ഏപ്രിലോടെ പൂർത്തിയാക്കും. അഭിമാന മുഹൂർത്തമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഇരുട്ടിലായി പോയ അവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും ആ അവസ്ഥയിൽ നമ്മൾ സെപ്റ്റംബർ 2-ാം തീയതി മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായിട്ട് വന്നു. എങ്കിൽ പോലും നമ്മൾ ആ ഒരു ഭൗതിക സാഹചര്യങ്ങൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു സ്കൂളിലേക്ക് നമ്മുടെ സ്കൂളിനെ മെർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. എന്തായാലും അതിന് നല്ലൊരു ആശ്വാസമുള്ള ഒരു ശുഭദിനമാണിത്. ഈ ഒരു സന്തോഷ സമയത്തിലും നമ്മൾ 33 കുട്ടികൾ നഷ്ടപ്പെട്ടതിന്റെ ഒരു വേദന നമ്മുടെ ഉള്ളിലുണ്ട്. എങ്കിൽ പോലും എല്ലാ വേദനകളെയും നമ്മൾ മറന്നുകൊണ്ട് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് നമ്മൾ നൽകുന്നത്. 2 കോടി രൂപ ചെലവഴിച്ച് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഹോസ്റ്റൽ നിർമ്മിച്ചു നൽകുമെന്നും ബിൽഡേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. 75 പെൺകുട്ടികൾക്കും 75 ആൺകുട്ടികൾക്കുമാണ് ഹോസ്റ്റൽ സൗകര്യമൊരുക്കുക. ഷട്ടിൽ കോർട്ട്, വോളിബോൾ കോർട്ട്, ഓപ്പൺ ജിംനേഷ്യം ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങൾ ഹോസ്റ്റലിലുണ്ടാകും. ന്യൂസ് മലയാളം, വയനാട്.